ദൈവവചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണസാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവന് പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. വിരിക്കാം. പ്രിയമുള്ളവരെ, ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ വായിച്ചത്. ലൂക്കോസ് 9:10 മുതൽ 17 വരെ. ഈ ഒരു ഭാഗം യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു എന്നാണ് തലക്കെട്ടെങ്കിലും ഇത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു, അതാണ് ഈ ഒരു വായന ഭാഗത്തിൻ്റെ തലക്കെട്ട്. അങ്ങനെയാണ്. പക്ഷേ ഈ വായന ഭാഗം ഈ 10 മുതൽ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കേട്ടില്ലേ നിങ്ങൾ? കേട്ടില്ലേ? അതായത് അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. ഇത് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോസ്തലന്മാർ മടങ്ങി വന്നു. അപ്പം മടങ്ങി വന്നു എന്ന് പറയുമ്പോൾ അവരെ എവിടോ കർത്താവ് പറഞ്ഞു വിട്ടു, ഇല്ലേ? അവരെ എവിടോ കർത്താവ് പറഞ്ഞു വിട്ടു. അപ്പോൾ അവർ ഈ കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിനെ വാക്കനുസരിച്ച് അവർ എവിടോ പോയിട്ടാണ് അവർ മടങ്ങി വന്നത്. മടങ്ങി വന്നു, ഇല്ലേ? മടങ്ങി വന്ന് എന്നിട്ട് അവർ ചെയ്തതെല്ലാം യേശുവിനെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് ലൂക്കോസ് 9:1 നമ്മളിപ്പോൾ വായിച്ചത് ലൂക്കോസ് 9:10 മുതലാണ്. ലൂക്കോസ് 9:1 മുതൽ 6 വരെയാണ് യേശു അപ്പോസ്തലന്മാരെ അയക്കുന്ന ഭാഗമാണ്. 9:1 മുതൽ പറയുന്നത്, അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അപ്പം അപ്പോസ്തലന്മാരെ അയക്കുന്ന ഭാഗമുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ഇന്ന് വായിച്ച ഈ ഒരു വചനഭാഗം. മനസ്സിലായോ? നമ്മൾ സമാന്തര സുവിശേഷങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യേശു ഈ അപ്പോസ്തലന്മാരെ അയക്കുന്ന ഭാഗം 3 ഉണ്ട്. മത്തായിലും ഉണ്ട്, അതേപോലെ മർക്കോസിലുണ്ട്, ലൂക്കോസിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ ലൂക്കോസ് 9:1 മുതൽ 6 വരെയാണ് അപ്പോസ്തലന്മാരെ അയക്കുന്ന ഭാഗം കാണുന്നത്. അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? അതായത് അവൻ 12 പേരെയും വിളിച്ചു, സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു, ഇല്ലേ? അവൻ 12 പേരെ വിളിച്ചു, അവൻ്റെ ശ്ലീഹന്മാരെ വിളിച്ചു, ശിഷ്യന്മാരെ വിളിച്ചു. എന്നിട്ട് സകല പിശാചുകളുടെ മേൽ അധികാരം കൊടുത്തു. മർക്കോസിൽ ഇതേ സംഭവം പറയുന്നത് മർക്കോസ് 3:13 മർക്കോസ് 3:13 പറയുന്നത്, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു, അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. മനസ്സിലായോ? മത്തായി 10:1 ഇത് സംഭവം പറയുന്നത്. മത്തായി 10:1 പറയുന്നത് ഇങ്ങനെയാണ്, അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ചു അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികൾ സുഖപ്പെടുത്താനും അവർക്ക് അധികാരം കൊടുത്തു. കണ്ടില്ലേ? അപ്പം 3 സുവിശേഷത്തിലും യേശു സ്ലീഹന്മാരെ അയക്കുന്നത് പറയുന്നുണ്ട്. 3ലും പറയുന്നുണ്ട്. ഇതിൽ മർക്കോസ് നമുക്ക് എടുക്കാം. മർക്കോസിന് സുവിശേഷം പറയുകയാണ്. മർക്കോസ്
3:13 പറയുകയാണ്, അതായത് പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു, അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. അപ്പോൾ മർക്കോസിൽ പറയുന്നത് എങ്ങനെയാ യേശു അവരെ വിളിച്ചു എന്നല്ലേ? യേശു അവരെ വിളിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? സ്ലീഹന്മാർ അവരവൻ്റെ അടുത്തേക്ക് ചെന്നു, അതിനടുത്തേക്ക് ചെന്നു. ഇനി മത്തായിലോ അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ചു, അതിനുശേഷം അധികാരം കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ 12 പേരെ, യേശു 12 പേരെ തന്നെ ശിഷ്യന്മാരെ വിളിച്ചു എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അടുത്തേക്ക് ചെല്ലും, ഇല്ലേ? അടുത്തേക്ക് ചെല്ലും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്, അടുത്തേക്ക് ചെല്ലും. ലൂക്കോസിൽ ഇത് തന്നെയാണ്. യേശു അപ്പോസ്തലന്മാരെ അയക്കുന്ന സംഭവത്തിലും അവിടെ അവൻ വിളിക്കുന്നുണ്ട്, ഇല്ലേ? സ്ലീഹന്മാരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്യും? യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലും. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇന്ന് അടുത്തേക്ക് ചെന്നു. അപ്പോൾ യേശു എന്ത് ചെയ്തു? സ്ലീഹന്മാർക്ക് അധികാരം കൊടുത്തു, ഇല്ലേ? രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചിനെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 വചനഭാഗവും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? എന്ന് മനസ്സിലായി? ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണം. ദൈവത്തിൻ്റെ അടുത്ത് ചെന്നാൽ മാത്രമേ നമുക്ക് ഈ അധികാരം കിട്ടുകയുള്ളൂ. മനസ്സിലായോ? ദൈവം നമ്മളെല്ലാവരെയും വിളിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് എന്നെ ഓരോ ദിവസവും വിളിക്കുന്നുണ്ട്. ഞാൻ വായിക്കുന്ന ഓരോ ബൈബിൾ വായനയിലൂടെയും കർത്താവ് എന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് എന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന എൻ്റെ ദൈവം ഓരോ ദിവസത്തിലും, ഓരോ നാഴികയിലും, ഓരോ മണിക്കൂറിലും എന്നെ വിളിക്കുന്നുണ്ട്. അവനെ വിളി കേൾക്കാൻ ഞാൻ തയ്യാറാകണം. അവനെ വിളി കേട്ടാൽ മാത്രം പോരാ, പിന്നെയോ അവൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലണം. അവൻ്റെ അടുത്തേക്ക് ചെല്ലണം. അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്ലീഹന്മാർ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവർക്ക് അധികാരം കൊടുക്കുക, ഇല്ലേ? പിശാചിനെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും പ്രസംഗിക്കാനുമുള്ള അധികാരം കൊടുക്കുക. ഈ 3 വചനഭാഗത്തും മത്തായി, മർക്കോസ്, ലൂക്കോസ് നമ്മൾ കേട്ട ഈ 3 വചനഭാഗത്തും ഒരധികാരം പ്രത്യേകം പറയുന്നുണ്ട്. ഏതാണെന്നറിയാമോ? ഈ 3 നിങ്ങൾ കേട്ടു, ഇനി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ 3 വചനഭാഗത്തും യേശു അധികാരം കൊടുക്കുമ്പോൾ 3-ൽ ഒരു അധികാരം പറയുന്നുണ്ട്. ഏതായിരിക്കും അത്? പിശാചിനെ ബഹിഷ്കരിക്കുന്ന അധികാരം, ഇല്ലേ? പിശാചിനെ ബഹിഷ്കരിക്കുന്ന അധികാരം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ നമ്മുടെ മാമോദീസായെ ഓർക്കണം. മാമോദീസായിലൂടെ, കാരണം ക്രിസ്ത്യാനികളായ നമ്മൾക്ക് സ്വർഗം തന്ന ആദ്യത്തെ അധികാരം എന്ന് പറയുന്നത്, എൻ്റെ മക്കളെ, പിശാചിനെ ബഹിഷ്കരിക്കാനാ, പിശാചിനെ തോൽപ്പിക്കാനാ. അത് കഴിഞ്ഞ ബാക്കിയല്ല നമുക്ക് കിട്ടുന്നേ. മനസ്സിലായോ? പിശാചിനെ ബന്ധിക്കാനുള്ള അധികാരമാണ് നമുക്കെല്ലാവർക്കും കിട്ടുന്നത്. നമ്മളിൽ അതുണ്ട്, നമ്മളത് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. എൻ്റെ ഉള്ളിലുള്ള ഈ ദൈവികമായ ശക്തിയെ ഞാൻ തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ പാപത്തിൽ വീണു പോകുന്നത്. എൻ്റെ ഉള്ളിൽ പിശാചിനെ തോൽപ്പിക്കാൻ ദൈവം തന്ന അവൻ്റെ വലിയ ശക്തി, ആ ശക്തി ഞാൻ മറന്നു പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പിശാചിനെ അടിമയായിത്തീരുന്നത്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ആദ്യം ലഭിക്കുന്ന അധികാരം പിശാചിനെ ബന്ധിക്കാനാ. ഉദാഹരണം അദ്ദേഹം പറഞ്ഞു മാമോദീസ എന്ന്. മാമോദീസയിലൂടെ ആണല്ലോ നമ്മൾ ക്രിസ്തുവിൻ്റെ മകനും മകളുമായി തീർന്നില്ലേ? ക്രിസ്ത്യാനിയെ തീർന്ന മാമോദീസയിലൂടെയാണ്. മാമോദീസ വേളയിൽ നമ്മൾ എന്താ പറയുന്നേ? നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ എന്താ പറയുന്നേ? സാത്താനെ ഞാൻ ബഹിഷ്കരിക്കുന്നു, പിശാചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, കർത്താവെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു, ഇല്ലേ? പിശാചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, കർത്താവെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സഭയിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് പറഞ്ഞാൽ നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ആദ്യം ലഭിക്കുന്ന അധികാരം എന്താ? പിശാചിനെ ബഹിഷ്കരിക്കാനാണ്. അതാ ഈ 3 സുവിശേഷന്മാരും പറയുന്നതാ. 3 സുവിശേഷത്തിലും ഈശോ വിളിക്കുന്നു, അവർ ചെല്ലുന്നു. അപ്പോൾ എഴുതി വെക്കുക, പിശാചിനെ ബഹിഷ്കരിക്കാൻ, വചനം പറയാൻ, രോഗികളെ സുഖപ്പെടുത്താൻ. മനസ്സിലായോ? നമ്മുടെ ഉള്ളിലുള്ള ഈ ശക്തി നമ്മൾ മറക്കരുത്. നമ്മുടെ ഉള്ളിലുള്ള ശക്തി ഏതാ? നമ്മുടെ ശക്തിയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും വലിയവനാ. മനസ്സിലായോ? നിൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും വലിയവനാ. നമ്മളിത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. പലപ്പോഴും ഒരു പ്രലോഭനം വരുമ്പോഴും നമ്മൾ വീണു പോവുകയാണ്. എനിക്കറിയാവുന്ന ചില അൽമായരുണ്ട്.
അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ചില സമയത്തൊക്കെ പാപത്തിൻ്റെ പ്രലോഭനം വരും, ഞാനങ്ങ് പറയുക യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, മാറിപ്പോകട്ടെ. കേൾക്കുമ്പോൾ ചിരി തോന്നും, എനിക്കും ചിരി വരും. പക്ഷേ അത് അവർക്കറിയാം എൻ്റെ ഉള്ളിലുള്ള പവർ എന്താണെന്ന്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, ഇല്ലേ? അച്ഛാ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, കട്ടിലെ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, അല്ലെങ്കിൽ മനസ്സിൽ പല ചിന്തകളാണ്. അപ്പോൾ ഞാൻ കട്ടിലെ കുരിശ് വരയ്ക്കുക, കുരിശ് വരച്ചിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മാനസികമായ ഈ അവസ്ഥയെ ഞാൻ ബന്ധിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു പറഞ്ഞ് അങ്ങനെ ചിലരൊക്കെ വന്ന് എന്നോട് പറയുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നീട് അതൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടില്ല. എങ്കിലും അവരങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? കാരണം ഒറ്റ ഉത്തരവേ ഉള്ളൂ, എൻ്റെ മക്കളെ, മാമോദീസയിലൂടെ എനിക്ക് ലഭിച്ചത് ഈ അധികാരമാണ് ആദ്യം ലഭിക്കുന്നത്. പിശാചിനെ ബഹിഷ്കരിക്കാൻ, പിശാചിനെ ബന്ധിക്കാൻ. അത് നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ, ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇനി നമ്മൾ ഈ ഒരു വചനഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചില്ലേ, അതായത് യേശു വിളിച്ചു, യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു, യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ മാത്രമേ നമുക്ക് ഈ നന്മകൾ കിട്ടൂ. മനസ്സിലായോ? യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ മാത്രമേ കിട്ടൂ, വേറെ എവിടുന്നും ഇത് കിട്ടില്ല. യേശുവിൻ്റെ അടുക്കലിനേ ഇത് കിട്ടുകയുള്ളൂ. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ വചനഭാഗം എടുത്ത് സുവിശേഷങ്ങളൊക്കെ എടുത്തു നോക്കേ, യേശുവിൻ്റെ അടുക്കൽ ഇല്ലേ ആ കുഷ്ഠരോഗി ചെന്നു, കുഷ്ഠരോഗിക്ക് സൗഖ്യം ലഭിച്ചു. യേശുവിൻ്റെ അടുക്കൽ രക്തസ്രാവക്കാരി സ്ത്രീ ചെന്നു, അവൾക്ക് സൗഖ്യം ലഭിച്ചു. യേശുവിൻ്റെ അടുക്കൽ ആ അന്ധയാചകൻ ചെന്നു, അവന് സൗഖ്യം ലഭിച്ചു. ആ അന്ധയാചകന്റെ സംഭവം എന്താ? അന്ധയാചകൻ പറഞ്ഞു, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ഇല്ലേ? കർത്താവേ ദാവീദിന്റെ പുത്ര. അപ്പം ചുറ്റും ഉണ്ടായിരുന്നവരൊക്കെ എന്താ ചെയ്തേ? ചുറ്റും ഉണ്ടായിരുന്ന അവനോട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞു, ഇല്ലേ? മിണ്ടരുത്, മിണ്ടാതിരുന്നോണാന്ന് പറഞ്ഞേ. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. അപ്പോൾ യേശു അതിന് മറുപടി കൊടുക്കുന്നത് എന്താ? നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്നാണോ? അല്ല. യേശു എന്താ പറഞ്ഞേ? അവനോട് എൻ്റെ അടുക്കിലേക്ക് വരാൻ പറ, ഇല്ലേ? എൻ്റെ അടുക്കിലേക്ക് വരാൻ പറ. അപ്പോൾ എന്താ സംഭവിച്ചേ? അവൻ പുറങ്കുപ്പായ ഊരി എറിഞ്ഞ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. അതാ പറയുന്നേ, എൻ്റെ മക്കളെ, യേശുവിൻ്റെ അടുക്കൽ എത്താനും, യേശുവിൻ്റെ അടുക്കലായിരിക്കാനും, യേശുവിൻ്റെ അടുക്കൽ ഒരല്പസമയം ഇരിക്കാനും എനിക്ക് കഴിയണം. യോഹന്നാൻ 6:35 ഒരു വചനം പറയുന്നുണ്ട്. യോഹന്നാൻ 6:35 പറയുന്നത് ഇങ്ങനെയാണ്, യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. കണ്ടില്ലേ? എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കില്ല. വീണ്ടും യോഹന്നാൻ 6:37 വീണ്ടും പറയുകയാണ്. യോഹന്നാൻ 6:37, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. കണ്ടോ? എൻ്റെ അടുക്കൽ വരുന്നവനെ, എൻ്റെ അടുത്ത് വരണം. എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അൽഫോൻസസിൻ്റെ അടുത്തല്ല, ഈശോയുടെ അടുക്കൽ വരണം. മനസ്സിലായി? ബലിപീഠത്തിൻ്റെ അടുക്കിലേക്ക് വരണം. പ്രാർത്ഥനയുള്ള ഇടത്ത് നമ്മൾ വരണം. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ആയിരിക്കണം. ചുമ്മാ ലോകത്ത് കാണുന്ന എല്ലാ ചവറിൻ്റെയും പിന്നാലെ എൻ്റെ പ്രിയമുള്ള മക്കളെ നമ്മൾ പോകരുത്. ലോകത്തിലെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഓടരുത്. നമ്മൾ ഓടേണ്ട ഒരൊറ്റ ഇടമാണ്, അത് കർത്താവിൻ്റെ അടുക്കിലേക്കാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും എന്താ സംഭവിക്കുന്ന അറിയാമോ? ഇന്ന് പലപ്പോഴും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് പകരം കർത്താവിനെ തേടി നമ്മൾ ഓടുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ പല വിശ്വാസികളുടെ ജീവിതം അങ്ങനെയാണ്. കർത്താവിൻ്റെ അടുക്കിലേക്ക് എനിക്ക് വരാൻ മനസ്സില്ല, വരാൻ പറ്റുന്നില്ല. പകരം എന്തായെന്നറിയോ? കർത്താവിനെ തേടി ഓടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ പൗരത്വ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ ഇടവകയിൽ കുർബാന നടക്കുമ്പോൾ ആ കുർബാന കളഞ്ഞിട്ട് വെട്ടുകാട് പോലുള്ള ചില തീർത്ഥാടന ദേവാലയത്തിലേക്ക് യാത്ര നടത്തുന്ന ചില വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഇടവകയിൽ വിശുദ്ധ കുർബാന കളഞ്ഞിട്ട് വേളാങ്കണ്ണി പള്ളി പോകുന്ന തീർത്ഥാടകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ നടന്ന സംഭവം, ഞാൻ പറഞ്ഞത്, എൻ്റെ പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, ഈ ശുശ്രൂഷകൾ എൻ്റെ പള്ളിയിൽ നടക്കുമ്പോൾ അത് കളഞ്ഞിട്ട് പെസഹ വ്യാഴത്തിൻ്റെ തലേന്ന് വേളാങ്കണ്ണി പള്ളി പോയിട്ട് ഈസ്റ്റർ കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു വിശ്വാസിയുടെ കുടുംബത്തെ എനിക്കറിയാം. ഞാൻ വെറുതെ പറയുന്നതല്ല.
അതാ പറയുന്നത്, നമ്മൾ എൻ്റെ അടുത്തുള്ള ഈശോയെ കാണുന്നതിന് പകരം ഈശോയെ തേടി ഞാൻ ഓടുകയാണ്. ഓടണ്ടെന്ന് പറയും. തീർത്ഥാടന പള്ളിയിൽ പോകുന്നത് തെറ്റാവുന്നില്ല. തീർത്ഥാടന പള്ളിയിൽ പോകണ്ടെന്ന് പറയും. ഞാനും പോകാറുണ്ട്. പക്ഷേ എൻ്റെ പ്രിയമുള്ള മക്കളെ, എൻ്റെ ദേവാലയത്തിലൊരു ശുശ്രൂഷ നടക്കുമ്പോൾ അത് കളഞ്ഞിട്ടല്ല ഞാൻ പോകേണ്ടത്. മനസ്സിലായോ? എൻ്റെ പള്ളിയിൽ ഞായറാഴ്ച ഒരു കുർബാനയുണ്ട്. ആ കുർബാന കളഞ്ഞിട്ട് വേറെ പോവാ കർത്താവിനെ തേടി. അത് തെറ്റാ ചെയ്യുന്നത്. അത് തെറ്റാ. അത് എന്നെ കേൾക്കുന്നവരും എന്നെ കാണുന്നവരും എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് വാസ്തവം. അത് തെറ്റാ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള മക്കളെ, ഞാൻ ജീവിക്കുന്നതിൻ്റെ അടുത്ത് ദൈവമുള്ള ഇടം എന്ന് പറയുന്നത് ഏതാ? എൻ്റെ ദേവാലയമാണ്. ആ ദേവാലയത്തിൽ ദൈവമുള്ള ഇടത്ത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കലായിരിക്കാനായിട്ട് ആഗ്രഹിക്കണം, ശ്രമിക്കണം. അത് കളഞ്ഞിട്ട് വേറെ ഞാൻ ഓടി നടന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവും കിട്ടില്ല. നമ്മൾ വചനം തുടങ്ങുന്നത് എങ്ങനെയാ? യേശു അവരെ വിളിച്ചു, യേശുവിൻ്റെ അടുക്കലേക്ക് അവർ വന്നു, യേശുവിൻ്റെ അടുക്കൽ വന്നവർക്ക് ഈശോ അനുഗ്രഹം കൊടുത്തു. യേശു വിളിച്ചു, സ്ലീഹന്മാർ വന്നു. യേശു വിളിച്ചു, ജനക്കൂട്ടം വന്നു. ജനക്കൂട്ടം അവൻ്റെ അടുക്കലേക്ക് വന്നപ്പോഴാണ് യേശു എന്ത് ചെയ്യുന്നത്? അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത്. മനസ്സിലായോ? ജനക്കൂട്ടം അടുത്ത് വന്നപ്പോഴാണ്. ദൂരെ നിൽക്കുന്ന ജനത്തിനല്ല യേശു അപ്പം കൊടുക്കുന്നത്, അടുത്ത് വന്ന ജനത്തിനാ. അതുകൊണ്ട് നമ്മൾ ഈശോ ഉള്ളിടത്ത് നമ്മളായിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കണം. ഇനിയും ഈ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കറിയാം 5 അപ്പവും 2 മീനുമാണ് വർദ്ധിപ്പിച്ചത് അല്ലേ? 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചു. ബാക്കി എത്ര വന്നു എന്നാണ് പറയുന്നത്? 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു ഇല്ലേ? 12 കുട്ട നിറയെ ശേഖരിച്ചു. അതായത് യേശുവിൻ്റെ 12 സ്ലീഹന്മാരോടാണ് ഈശോ പറയുന്നത് എന്ത്? നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക ഇല്ലേ? അവർ പറയാം, കർത്താവേ, വിജനപ്രദേശമാണ്, ഇവർക്ക് കൊടുക്കാൻ ഒന്നുമില്ല ഇല്ലേ, ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഈശോ പറയാം, നിങ്ങൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഈ 12 പേരും പറയാം, കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ ആകെ 5 അപ്പവും 2 മീനേ ഉള്ളൂ, ഇത് എങ്ങനെ കൊടുക്കും ഇല്ലേ? അപ്പോൾ യേശു പറഞ്ഞു, അധികം കൊണ്ടുപോവാ. അത് കൊണ്ടുവന്നു. ഈശോ ആശീർവദിക്കുന്നു, മുറിക്കുന്നു, കൊടുക്കുന്നു. ബാക്കി 12 ഇല്ലേ? 12 പേര് പറഞ്ഞു, കർത്താവ് അവർക്ക് അപ്പമില്ല. ഈശോ എത്രയാക്കി ബാക്കി കൊടുത്തു? 12 ആക്കി ബാക്കി കൊടുത്തു ഇല്ലേ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? അതായത് എന്നേക്ക് ഓർമ്മിക്കപ്പെടത്തക്ക രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് നിനക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? നിൻ്റെ ജീവിതത്തിൽ മരണം വരെ നീ മറക്കാതിരിക്കത്തക്ക അനുഗ്രഹങ്ങൾ കർത്താവ് എനിക്കും നിനക്കും തന്നിട്ടുണ്ട്. അതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ജോഷുവ 4:7 അവിടെ ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുമ്പോൾ ജോർദാൻ നദി കടക്കുന്ന ഒരു രംഗമുണ്ട്. ജോർദാൻ നദി കടന്നതിന് ശേഷം ദൈവം ജോഷുവയോട് പറയുന്നുണ്ട്, 12 ഗോത്രങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് 12 കല്ലുകൾ എടുക്കാൻ പറയുന്നുണ്ട്. മനസ്സിലായോ? അതായത് ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുമ്പോൾ മുമ്പിലുള്ള ജോർദാൻ നദി കടക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ വന്ന് വെള്ളം 2ആയി മാറി ജോർദാൻ നദി ഇസ്രായേൽ ജനം കടന്ന് അക്കരെ എത്തുമ്പോൾ ജോർദാൻ നദി കടന്നതിൻ്റെ അടയാളമായി വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിയതിൻ്റെ, അതായത് ദൈവത്തിൻ്റെ വലിയ നന്മ ജനത്തിന് ലഭിച്ചതിൻ്റെ അടയാളമായി ദൈവം ജോഷുവയോട് പറഞ്ഞു, 12 കല്ലുകൾ ശേഖരിക്കണം. ഈ 12 കല്ലുകൾ എന്ന് പറഞ്ഞാൽ 12 ഗോത്രഗണങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് 12 കല്ലുകൾ ശേഖരിക്കണം. എന്നിട്ട് ഈ 12 കല്ലുകളെ കാണുമ്പോൾ നിങ്ങളുടെ വരും തലമുറ, ഇപ്പോഴത്തെ തലമുറ അല്ല, വരും തലമുറ നിങ്ങളോട് ചോദിക്കും, എന്തിനാണ് നമ്മൾ ഈ കല്ല് സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയണം. ജോഷുവ 4:7 പറയുന്നതാണ്, ഇത് എന്ത് സൂചിപ്പിക്കുന്നു എന്ന് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിച്ചാൽ അവരോട് പറയണം, കർത്താവിൻ്റെ വാഗ്ദാന പേടകം നദി കടന്നപ്പോൾ ജോർദാനിലെ ജലം വിഭജിക്കപ്പെട്ടു. ഈ കല്ലുകൾ എക്കാലവും ഇസ്രായേൽ ജനത്തെ ഇക്കാര്യം അനുസ്മരിപ്പിക്കും. മനസ്സിലായോ? അതായത് ഭാവിയിൽ വരാൻ പോകുന്ന തലമുറ അവരിത് കാണില്ല. അവർ നിങ്ങളോട് ചോദിക്കും, അപ്പാ, അമ്മ, എന്തിനാ നമ്മൾ ഈ കല്ല് ഇവിടെ വെച്ചിരിക്കുന്നത്? കല്ല് നാട്ടിയിരിക്കുന്നത് എന്തിനാ?
ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, മക്കളെ, നമ്മുടെ പിതാക്കന്മാർ ഒരു കാലത്ത് ജോർദാൻ നദി കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോയതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അതായത് ദൈവത്തിൻ്റെ കരുതലിൻ കീഴിൽ നിന്നുകൊണ്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് ജോർദാൻ നദി കടന്നു പോയതിനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ദൈവം പറഞ്ഞതനുസരിച്ച് നമ്മൾ ഈ കല്ലിവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചു കൊടുത്തു. ഞാൻ പറയുന്നത് എൻ്റെ, അതായത് 5000 പുരുഷന്മാരുണ്ടായിരുന്നു പറഞ്ഞേ. കർത്താവിന് എന്തായാലും കർത്താവ് ഈശോ ദൈവമാണ്. ഈശോ ദൈവം ആയതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് നമ്മളെക്കാളും നമ്മൾ നോക്കുന്ന പോലെയല്ല ഈശോ നോക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. നമ്മൾ നോക്കും, ഇപ്പം ഇവിടെ ഒരു വലിയൊരു ജനക്കൂട്ടം ഒരു 5000 പേര് ഇവിടെ ഇരിപ്പുണ്ടെന്ന് വെച്ചാൽ 5000 പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഈ 5000 പേര് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ വന്ന് നോക്കിയാൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ 5000 ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. ഞാനല്ല, നിങ്ങൾ നോക്കിയാലും കിട്ടത്തില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഈശോ നോക്കിയാലോ? ഈശോയ്ക്കറിയാം കൃത്യം 5000 ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈശോയ്ക്ക് ഈ 5000 പേർക്ക് ആവശ്യമുള്ളത് മാത്രം വർദ്ധിപ്പിച്ചാൽ പോരെ? എന്തിനാ അതിൽ കൂടുതൽ ഒരു 12 കുട്ട ശേഖരിക്കുന്ന അത്രയും പിന്നെയും വർദ്ധിപ്പിച്ചേ? ഇതൊരു ഓർമ്മയാണ്. മനസ്സിലായോ? ഇവരെല്ലാവരും ഭക്ഷിച്ച് കഴിഞ്ഞ് ഇവർ തൃപ്തരായി നിൽക്കുമ്പോൾ വീണ്ടും ഒരു 12 കുട്ട കാണും. അത് കാണുമ്പോൾ അവർ ഓർമ്മിക്കും ദൈവം ഞങ്ങളോട് ചെയ്ത ഈ വലിയ നന്മ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഒരു സത്യം എന്താണെന്നറിയാമോ? അതായത് എനിക്ക് ദൈവം തന്ന അനേകം നന്മകളുണ്ട്, അത് ഞാൻ ഒരിക്കലും മറക്കരുത്. എനിക്ക് ദൈവം ഒരുപാട് നന്മകളുണ്ട്. ഒരു പക്ഷേ ഒരു വലിയ രോഗസൗഖ്യമായിരിക്കാം, സാമ്പത്തികമായ തകർച്ച നേരിടുന്ന സമയത്ത് ദൈവം ഉള്ളം കൈയിൽ പരിപാലിച്ച നിമിഷങ്ങളായിരിക്കാം, ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഒരുപക്ഷെ സഹായിക്കാൻ ദൈവം എൻ്റെ കൂടെ വന്നതായിരിക്കാം. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. അതായത് ഒരു ലോക്കോ ഒരു എൻജിൻ ട്രെയിനിൻ്റെ ഡ്രൈവറിൻ്റെ ഒരു ലോക്കോ പൈലറ്റിൻ്റെ ഒരു അനുഭവം, ഒരു വീഡിയോ. അദ്ദേഹം പറയാം, ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ട്രെയിൻ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഇവർക്കൊന്നും ഭക്ഷണം കഴിക്കാൻ, ഇവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം പോകുന്ന വഴിക്ക് ഇവർ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ഭക്ഷണം അദ്ദേഹം കഴിച്ചു. വണ്ടി ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് വയറ്റിന് പ്രശ്നമായി. എന്ത് ചെയ്യും? ട്രെയിൻ അങ്ങ് നിർത്താനും പറ്റത്തില്ല. അദ്ദേഹം പറയാ, 1.5 മണിക്കൂർ ഞാനത് സഹിച്ച് വണ്ടി ഓടിച്ചു. 1.5 മണിക്കൂർ. അതിനുശേഷം ഭാഗ്യത്തിന് ഒരു സ്റ്റേഷൻ, അത് ഗുഡ്സ് ട്രെയിൻ, പാസഞ്ചർ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, 2-3 സ്റ്റേഷൻ കഴിയുമ്പോൾ ഒരു സ്റ്റേഷൻ നിർത്തും. ഇത് ഗുഡ്സ് ട്രെയിനാണ്, ഇത് അങ്ങനെ സ്റ്റേഷൻ നിർത്തില്ല. അവസാനം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേഷനിൽ സിഗ്നൽ കിട്ടി, നിർത്തി. ഇദ്ദേഹം ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ പോയി കഴിയുമ്പോൾ വെള്ളമില്ല. അദ്ദേഹം പറയാം, ആ അവസ്ഥ വെള്ളമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് അദ്ദേഹം രണ്ടും കൽപ്പിച്ച് അപ്പോഴേക്ക് അദ്ദേഹത്തിന് മറ്റേ വയർലെസ് സെറ്റ് ഉണ്ട്. വയർലെസ് സെറ്റിൽ മെസ്സേജ് വന്നു, സിഗ്നലായി, വണ്ടി എടുക്കണം, മെസ്സേജായി. അദ്ദേഹത്തിന് എന്തൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവസാനം അദ്ദേഹം ഗതികേടുണ്ട് തൊട്ടടുത്ത ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി നോക്കിപ്പോണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ബാത്റൂം മുമ്പിൽ ഒരു ബക്കറ്റ് വെള്ളം ഇരിക്കുന്നു. അദ്ദേഹം പറയുക, അതായത് ദൈവം ഒരു ബക്കറ്റ് വെള്ളവുമായിട്ട് എൻ്റെ അടുത്ത് വന്നെന്ന്. മനസ്സിലായി? ദൈവം ഒരു ബക്കറ്റ് വെള്ളവുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അതാ പറയുന്നേ. ചില സമയം നമ്മൾ മനസ്സിലാക്കണം, ചില സമയത്ത് നമ്മുടെയൊക്കെ ചില തകർച്ചയുടെ നിമിഷത്തിൽ ദൈവം നമ്മളെ പരിപാലിച്ച ഒരുപാട് നിമിഷങ്ങളില്ലേ, അതൊന്നും നമ്മൾ മറക്കരുത്. പ്രിയമുള്ളവർ, ഒരിക്കലും വേറെ എന്ത് മറന്നാലും അതൊന്നും മറക്കരുത്. അത് മറന്നു പോയാൽ നമ്മൾ ഈ കർത്താവിൽ നിന്ന് അകന്നു പോകും. മനസ്സിലായി? അത് മറന്നാൽ കർത്താവിൽ നിന്ന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും മനുഷ്യർ നമ്മളെ സഹായിച്ച് നമ്മൾ ഓർമ്മിക്കും, അല്ലേ? മനുഷ്യർ നമ്മളെ സഹായിച്ചത് നമ്മൾ ഓർമ്മിക്കും, ഒരിക്കലും മറക്കില്ല. പക്ഷേ എത്രയോ വഴികളിൽ കർത്താവ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയാം, നമ്മുടെ ഈ അടുത്ത കാലത്ത് തന്നെ അല്ലേ, കോവിഡ് എന്ന മഹാമാരി, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും കോവിഡ് ഉണ്ടെന്നൊക്കെ പറയുന്നത്, എന്നാൽ പോലും അതിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥ നിൽക്കുന്ന സമയത്ത് എത്രയോ പേർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നമ്മെ വിട്ടു പോയപ്പോഴും, എത്രയോ കുടുംബങ്ങൾ പട്ടിണിയായപ്പോഴും, എത്രയോ പേരുടെ ജീവിത മാർഗം നഷ്ടപ്പെട്ടു പോയപ്പോഴും എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട്. അവൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിട്ട് അവനൊരു ടൂറിസ്റ്റ് ബസ് എടുത്തു. ഉള്ള പൈസ എല്ലാം കൂടെ കൂട്ടി വെച്ച് അവനൊരു ടൂറിസ്റ്റ് ബസ് എടുത്ത് ഏതാണ്ട് 1 വർഷം അത്രേ ഓടിയുള്ളൂ. അപ്പോഴേക്ക് കോവിഡ് വന്ന്, ലോക്ക്ഡൗൺ ആയി, വണ്ടിക്ക് ഓട്ടോ ഇല്ല, അവസാനം കടം കയറി, അവസാനം നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ വണ്ടി അവൻ വിറ്റു. അതാ പറയുന്നില്ലേ, എത്രയോ പേരുടെ ജീവിതമാർഗം അടഞ്ഞു.
അപ്പോഴും നമ്മളെ ഉള്ളം കയ്യിൽ ചേർത്ത് നിർത്തിയൊരു കർത്താവില്ലേ പ്രിയമുള്ളവരെ, ആ ദൈവത്തെ നമ്മൾ മറക്കരുത്. ഈ 12 കുട്ട കാണിച്ചെന്നത് എൻ്റെ പ്രിയ മക്കളെ അതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ ആ ദൈവാനുഭവം നമ്മൾ മറന്നാൽ കർത്താവിൽ നിന്ന് നമ്മൾ അകലും. ഒരിക്കലും മറക്കരുത്. നമ്മൾ ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാമോദീസയിലൂടെ ദൈവം നമുക്ക് തന്ന ആദ്യത്തെ അധികാരം എന്ന് പറയുന്നത് പിശാചിനെ ബന്ധിക്കാനാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ പ്രലോഭനമൊക്കെ വീണ്ടും വരും. നമുക്ക് എല്ലാവർക്കും പാപത്തിൻ്റെ പ്രലോഭനം വരും, യാതൊരു സംശയമില്ല വരും. പ്രലോഭനം വരുമ്പോൾ അതിന് മുമ്പിൽ യെസ് പറയേണ്ടവരല്ല. പാപം വരുമ്പോൾ അതിന് മുമ്പിൽ വീഴേണ്ടവരല്ല. പിന്നെയോ എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച പൈശാചിനെ തോൽപ്പിക്കാനുള്ള ഒരു അധികാര ശക്തിയുണ്ട്. ആ ശക്തി നമ്മൾ മറക്കരുത്. രണ്ടാമത്, കർത്താവ് വിളിക്കുന്നുണ്ട് നമ്മളെല്ലാവരെയും. വിളി കേട്ടിട്ട് പോവുകയല്ല, വിളി കേട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ വരണം. അടുക്കൽ വന്നാൽ മാത്രമേ അവൻ്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ. അവൻ്റെ അടുക്കിലേക്ക് സ്ലീഹന്മാർ വന്നു, അപ്പോഴാണ് അവർക്ക് അധികാരം കൊടുക്കുന്നത്. അവൻ്റെ അടുക്കിലേക്ക് ജനക്കൂട്ടം വന്നു, അപ്പോഴാണ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? അവൻ്റെ അടുക്കിലേക്ക് നമ്മൾ വരണം, അപ്പോഴാണ് നമുക്ക് അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നത്. മൂന്നാമത്, ദൈവം നമുക്ക് തന്ന നന്മകൾ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്ന നന്മകൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. പ്രഭാഷകൻ 2:10 ഒരു വചനമുണ്ട്. പ്രഭാഷകൻ 2:10 വചനം പറയുന്നത്, കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. നിൻ്റെ ജീവിതത്തിൽ പണ്ട് സംഭവിച്ച ദൈവത്തിൻ്റെ ഇടപെടലുകളെ പറ്റി ചിന്തിക്കുവിൻ. അങ്ങനെ നീ ചിന്തിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും, ഞാൻ കർത്താവിൽ ആശ്രയിച്ചത് കൊണ്ടാണല്ലോ കർത്താവെ ഞാൻ ഇന്നും ഇവിടെ ജീവിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് ഈ ചിന്തകളൊക്കെ അവസാനിപ്പിക്കാം. തുടർന്ന് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധനയിലായിരിക്കുമ്പോൾ വേറൊന്നും വേണ്ട, ദൈവം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.